നമസ്കാരം സുഹൃത്തുക്കളെ, ഗുരുക്കൾ തുടരുകയാണ്. രണ്ടാം വാള്യത്തിൽ ഗുരുക്കൾ സി വി കരുണാകരൻ നായർ, സി വി നാരായണൻ നായർ, ശങ്കരമേനോൻ, കോട്ടക്കൽ കണാരൻ ഗുരുക്കൾ, കലന്തൻ ഗുരുക്കൾ, വാസവൻ ഗുരുക്കൾ, ചിറക്കൽ ടി ശ്രീധരൻ നായർ, ഗുരുക്കളായ പാണ്ഡൻ കുഞ്ഞിരാമൻ തുടങ്ങിയവരെക്കുറിച്ച് ഉള്ള അനുഭവങ്ങൾ വിവരിക്കുകയാണ്. സമകാലീന സംഭവങ്ങളിൽ തന്നെ സന്ദർശിച്ച ശ്രീ മഹിതൻ, അദ്ദേഹത്തിൻ്റെ ഗുരുക്കളായ തങ്കച്ചൻ ഗുരുക്കൾ, പി കെ ശശിധരൻ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വിവരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട സവിശേഷത ഗുരുക്കന്മാർ കാളരിപ്പയറ്റിനോട് അനുവർത്തിക്കുന്ന ആത്മസമർപ്പണവും അവർക്ക് പണത്തോടും സമ്പത്തോടുമുള്ള അനുഭവവും ആണ്. അഭ്യാസത്തോടുള്ള തൻ്റെ സമീപനങ്ങൾ അദ്ദേഹം മറയില്ലാതെ വിവരിക്കുകയാണ്. സി വി നാരായണ ജ്യേഷ്ഠൻ ഒരു കരുണാകരൻ എന്ന് പറഞ്ഞ ആളാണ്. ഈ കണാരൻ ഗുരുക്കൾ ആദ്യം പാലത്തായി കുഞ്ഞിരാമൻ ഗുരുക്കളെ പാലത്തായിലുള്ള ചില ഗുരുക്കന്മാരൊക്കെ അഭ്യാസം പഠിപ്പിക്കുമ്പോൾ ഈ കരുണാകരൻ എന്ന് പറഞ്ഞ ആൾ അവിടെ അഭ്യാസം പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ അഭ്യാസം എൻ്റെ അനുജനും കൊള്ളാലോ എന്ന് കണക്കാക്കിയിട്ടാണ് ഈ കരുണാകരൻ എന്ന് പറയുന്ന ആളാണ് കണാരൻ ഗുരുക്കളെ കൂട്ടിയിട്ട് ചമ്പാടൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഇവർ അഭ്യാസം തുടങ്ങുന്നത്. അങ്ങനെ ചമ്പാടൻ വീട്ടിൽ തുടങ്ങി ആദ്യമായിട്ട് തിരുവങ്കാട്ടെ കളരിയാണ് തോന്നുന്നു. തിരുവങ്കാട്ടെ കളരിയിൽ തുടങ്ങുമ്പോൾ ഈ ചമ്പേരി കണ്ണൻ ഗുരുക്കള്, പാൽത്തായി കുഞ്ഞിരാമൻ ഗുരുക്കൾ ഇവരൊക്കെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ കണാരൻ ഗുരുക്കൾ പറഞ്ഞു പോലും, അത് ശങ്കരമേനോൻ പാട്ടിൽ അറിവാ, കണാരൻ ഗുരുക്കൾ പറഞ്ഞു പോലും, ഇടൂ കുഞ്ഞിക്കണ്ണ കുറച്ചുകൂടി അഭ്യാസം പഠിക്കണമെന്ന്. അയ്യോ ഗുരുക്കളെ പഠിച്ചെന്ന് എന്നെ ചെലവില്ല, എന്നിട്ട് എനിക്ക് പഠിക്കാൻ പോകണമെന്ന്. അത് കിട്ടിയപ്പോൾ എന്നാൽ ചെലവുള്ള അഭ്യാസം ഉണ്ട്, നാരായണ മേനെ ഒന്ന് കാണിച്ചു കൊടുത്തേ എന്ന് പാട്ട് ശങ്കരമേനും നാരായണ നായരും കൂടിയാണ് ഒറ്റയും വാളൊക്കെ പറ്റിയിട്ട് ഇതൊക്കെ വെച്ചിട്ടാ ഞങ്ങൾക്ക് ആർക്കും മേടത്ത് കാണിച്ചത്. അത് കൈകുത്തിപ്പയറ്റ് സമ്പ്രദായം എന്ന് അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പോയി എന്നുള്ളത് ശങ്കരമേനോൻ പറഞ്ഞു കേട്ടുള്ള ഒരു അറിവുണ്ട്. അങ്ങനെയാണ് നാരായണ നായരായിട്ട് അഭ്യാസം തുടങ്ങുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നാരായണ നായർ കണാരൻ ഗുരുക്കൾ സുഖമില്ലാതെ കടന്നപ്പോഴോ കണാരൻ ഗുരുക്കൾ മരണപ്പെട്ടപ്പോഴും കൂടി നാരായണ നായരെ കാണാൻ മെനക്കെട്ടിട്ടില്ല. അത് തലശ്ശേരി നാട്ടിൽ പഴയ സാധാരണയായിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെയായിരുന്നു അഭ്യാസം. കണാരൻ ഗുരുക്കെടുന്ന അഭ്യാസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാരായണ നായർ ഒരാവശ്യം പുറപ്പെടുവിച്ചു. കണാരൻ ഗുരുക്കെടുത്ത് എനിക്ക് കുറച്ച് വാൾപ്പയറ്റ് പഠിക്കണം, അത് പൊന്നാനിയിലൊരു കലന്തൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഞാൻ അവിടെ പോയിട്ട് പഠിച്ചോട്ടെ എന്ന് വെച്ചു. ഓ പഠിച്ചോ നാരായണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസക്കാലത്തോളം നാരായണ നായർ അഭ്യാസം പഠിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ ഇവരുടെ കളരി ധർമ്മടത്തായിരുന്നു. ആ ധർമ്മടത്തിൽ കളരിയിൽ ചെന്നു. എന്തൊക്കെയാ നാരായണ? ഓ ഞാൻ പഠിച്ചു, നീ പഠിച്ചോ ഒന്ന് കാണിക്ക് എന്ന് പറഞ്ഞപ്പോൾ അതിപ്പോ എങ്ങനെയാ, ഞാൻ നിന്നേറാ നിനക്ക് എന്നും പറഞ്ഞാൽ കണാരൻ ഗുരുക്കളും നാരായണ നായരും വാൾപ്പയറ്റ് പയറ്റിയെന്നും നാരായണ നായർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്നെ ഇതുവരെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കണാരൻ ഗുരുക്കൾ പറഞ്ഞു പോലും വളം പോരാത്തത് കൊണ്ടാണ് നാരായണ പഠിക്കാതിരുന്നതെന്ന് എന്നൊരു വാക്ക് ശങ്കരമേനോൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുള്ള അധികാരിയുടെ അന്നത്തെ അധികാരി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അന്നും കിട്ടിയ കാശ് പോരാത്തോണ്ടത് പഠിപ്പിക്കാതിരുന്ന എന്ന് കണാരൻ ഗുരുക്കൾ പറഞ്ഞു. സത്യവും സത്യക്കുറവും അറിയില്ല, പക്ഷേ കാശിൻ്റെ കാര്യം അങ്ങനെയാണ്. അതേപോലെ ശ്രീധരൻ നായരുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ആരുടെ അടുത്ത് അഭ്യാസം പഠിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ ശങ്കരമേൻ്റെ അടുത്ത് ഓ എങ്ങനെ പഠിച്ചുണ്ടാക്കി, ഇത്ര കാശിന് ആർത്തിയുള്ള ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ല, എനിക്കിങ്ങനെ രാവിലെയും രാത്രിയും വൈകുന്നേരവും ചെലവൊക്കെ തന്നെ അഭ്യാസം. നീ എന്താ നീ ഞാൻ പറഞ്ഞു സത്യമാണ്. എന്നാൽ അയാൾ ഭയങ്കര കാശിന് ആർത്തിയുള്ള ആളാ, എന്താണെന്ന് വിവരം പറഞ്ഞില്ല. കഴിഞ്ഞ് പിറ്റേത്താഴ്ച ഞാൻ പാപ്പിനിശ്ശേരി പോയി ഇവരുകളെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, നിങ്ങൾ ഇത്രത്തോളം കാശിന് ആർത്തിയുള്ള ആളാണ്. ഉടനെ ചോദിച്ചു നിങ്ങൾ ശ്രീധരൻ്റെ അടുത്ത് പോയോന്നു? ഞാൻ പോയി എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം തന്നെ മൂപ്പരനക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്, ആരെ അടുത്ത് മനസ്സിലാക്കാനുള്ള അഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും പോയിക്കൊള്ളണം, മനസ്സിലായിക്കൊള്ളണം എന്ന്. അങ്ങനെ ഒരു ഇതുണ്ട്. ശ്രീധരൻ്റെ അടുത്ത് പോയെന്ന് പോയി. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പെട്ടെന്ന് ശ്രീധരന് 12 വരെയുള്ള വാളിന്റെ വായ്ത്താരി വേണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നാരായണൻ, പീച്ചാളി നാരായണൻ മരിച്ചുപോയി, അയാളെ പറഞ്ഞയച്ചു. എന്താ വന്ന് ഇങ്ങനെ ശ്രീധരൻ നായർ വട്ടം എന്താ വാൾത്താരി കൊടുക്കാന്ന് പറഞ്ഞു. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോന്ന് ചോദിച്ചു.
അതിൻ്റെ ഒന്നും പറ്റില്ലാലോ എന്ന് പറഞ്ഞു. 12 വരെയുള്ള വാളിൻ്റെ വായ്ത്താരി വേണമെങ്കിൽ 25,000 ഉറുപ്പ്യ വേണം എന്ന് പറഞ്ഞിട്ട് നാരായണ തിരിച്ചയച്ചു. അതാ ശ്രീധരൻ നായർ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അല്ലപ്പോൾ എൻ്റെ സുകുമാര, അവന് പുസ്തകം എഴുതിയിട്ട് കാശുണ്ടാക്കാനാ, പിന്നെ ഞാൻ തന്നെ വെറുതെ പഠിപ്പിക്കണം, വെറുതെ കൊടുക്കണം എന്നുള്ള മറുപടി ഇട്ടളാ ഞാൻ. അങ്ങനെ ഗുരുക്കന്മാരുടെ തന്നെ കുറേയധികം, കാരണം ഞാൻ പറഞ്ഞല്ലോ 19-57 വയസ്സായിട്ട് ഒരു 10-20 വയസ്സ് തൊട്ടിട്ട് ഇങ്ങനെ എല്ലാവരുമായിട്ട് കാണുന്നു, എല്ലാവരും ആ ഒരു ബന്ധത്തിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണ് നാരായണ നായർ അഭ്യാസത്തിൽ. വാസവൻ ഗുരുക്കള് തച്ചനോളിൽ ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞ ആളുടെ ശിഷ്യനാണ്. ഈ തച്ചനോൾ ഗോവിന്ദൻ നായർ നാരായണ നായരെ പെങ്ങളിയാ കല്യാണം കഴിച്ച്, CV നാരായണ നായരുടെ. തച്ചനോൾ ഗോവിന്ദനാരും കടാരം ഗുരുക്കളും യാതൊരു ബന്ധമില്ല. ആ തച്ചനോൾ ഗോവിന്ദനാര് ഇടക്കിടക്ക് ചമ്പാട വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് വാസവൻ ഗുരുക്കളെയും കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ വാസവൻ ഗുരുക്കളും ചമ്പാടം കൂടിയിട്ട് ബന്ധം വന്നു. നാരായണ നായർ മരിക്കുമ്പോൾ ഇന്നത്തെ പേര് കേട്ട ഗോവിന്ദൻകുട്ടിക്ക് 12 വയസ്സാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ബാലൻ നായർ അവിടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അഭ്യാസങ്ങളെ മുഴുവൻ പഠിപ്പിച്ച വാസവൻ ഗുരുക്കളാണ്. പക്ഷെ ഗോവിന്ദൻകുട്ടി അത് പറയില്ല. കാരണം വാസവൻ ഗുരുക്കൾ ജാതിയിൽ ഒരു ഈഴവനാന്ന്, തനി കള്ളുകുടിയനാണ്, അതുകൊണ്ട് ആ പേര് പറയില്ല. അതുപോലെ തന്നെ എല്ലാവരും ശ്രീധരൻ നായർ അഭ്യാസം പഠിപ്പിച്ച് മറ്റേ എന്ത് കുഞ്ഞിലാം ഗുരുക്കളാ, പാണ്ഡം കുഞ്ഞിലാം ഗുരുക്കളാണ്. അയാളും ജാതിയിൽ ചെയ്യാൻ ശ്രീധരൻ നായർ പറയില്ല ആ അഭ്യാസം അയാളെട്ടാ പഠിച്ചതെന്ന്. അവിടെ ഉള്ള കൂട്ടർ പറയുന്നു, പഴയ ആളുകൾ പറയുന്നു പാണ്ഡം കുഞ്ഞിലാം ഗുരുക്കള അഭ്യാസം പഠിച്ചു തുടങ്ങിയത് എന്ന്. പിന്നെ കുറേ ലൈബ്രറിയിലൊക്കെ പോയിട്ട് ബാംഗ്ലൂർ, അവിടെ മദ്രാസിലൊക്കെ പോയി താമസിച്ചിട്ട് ലൈബ്രറിയിൽ നിന്നൊക്കെ കുറേ പുസ്തകങ്ങളൊക്കെ നേടിയെടുത്തു എന്നുള്ള. അല്ലാതെ ഞാൻ സ്വതവേ പറയാറുണ്ട് ശ്രീധരൻ നായർക്ക് അഭ്യാസം അറിയില്ല എന്ന്. പല ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ട്, എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങോരി എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിൽ അമർന്ന് എന്ന ഒരു ചുവടും ഊതരം ചാടിവെട്ടി എന്ന ഒറ്റയിലുള്ള ഒരു സമ്പ്രദായവും ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ഗുരുനാഥന്മാരും ഊതരം അങ്ങനെ ചാടി വെട്ടില്ല. അങ്ങനെ ചാടി വെട്ടിയ ഒറ്റ വെട്ടേ വെട്ടുള്ളൂ, രണ്ടാമത് കോല് മുറിഞ്ഞു പോകും. അങ്ങനെയാണ്. ഇങ്ങനെ വെട്ടില്ല, കോല് ഇങ്ങനെ വെട്ടണം, ഇതിങ്ങനെ വെട്ടുന്ന, അത് ഒറ്റ കൈ പിടിച്ചുകൊണ്ട്. കിഴക്ക് നിൽക്കുന്നവന് ആരെ സമ്പ്രദായം ഉണ്ടാക്കിയത് നമുക്ക് അറിയില്ലെങ്കിലും കിഴക്ക് നിൽക്കുന്നവന് കോല് 2 കൈ കൊണ്ട് പിടിക്കാനേ അധികാരമുള്ളൂ. അവനാണ് പ്രയോഗങ്ങൾ കൂടുതലും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഭ്യാസം അറിയായിരുന്നു എങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ വളപ്പിൽ കണ്ണൻ ഗുരുക്കൾ ഒരു ഭീമൻ ചുവടിലൊരു ചുവട് കാണിച്ചിട്ട് അപ്പുറം ബ്ലോക്ക്. ഞാൻ വിളിച്ചു പറഞ്ഞു, ഗുരുക്കളെ ചുവട് തെറ്റാട്ടോന്ന്. അയ്യോ അത് എൻ്റെ അടുത്ത് പറ്റിയല്ല, ക്യാമറമാൻ്റെ അടുത്ത് പറ്റിയതാണെന്ന് പറഞ്ഞു. ഇന്നേ പ്രയോഗത്തിന് ഇന്നേ ചുവട് വെച്ചാലേ ഇന്നേ പ്രയോഗത്തിന് പ്രാധാന്യമുള്ളൂ, ചില കണക്കുകളൊക്കെ ഉണ്ട്. അതൊന്നും ശരിയില്ലെങ്കിൽ പിന്നെ എന്ത് ചുവട് വെച്ചിട്ടുണ്ട്? അതുപോലെ ഇപ്പം ഞങ്ങളുടെ മെയ്യഭ്യാസത്തിൽ 8 തരം വടിവുകളുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്താണ് ഈ മത്സ്യവടിവും അഭ്യാസമായിട്ട് എന്താ ബന്ധം? മത്സ്യവടിവ് എവിടെയാണ് ചെലവാക്കേണ്ടത്, എവിടെ എവിടെയാ ചെലവാക്കാൻ പാടില്ല? അല്ലെങ്കിൽ മെയ്യഭ്യാസത്തിൽ എവിടെയാണ് മത്സ്യവടിവ് ചെലവാക്കുന്നത്? ഇതൊക്കെ പറയണം ഇന്നത്തെ ഗുരുക്കന്മാർ. വെറും കോലുമ്മല്ല അടി മാത്രം പഠിച്ചിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ട് നശിപ്പിക്കാൻ പാടില്ല. അഭ്യാസത്തിന്റെ തുടക്കം തൊട്ട് എന്തിനാ അമർന്ന ദക്ഷിണ വെക്കുമ്പോൾ കുമ്പിട്ട് എന്ന് പറയണോ? ആ കാല് ദക്ഷിണ കൊടുത്തിട്ട് ഗുരുനാഥന്റെ കാല് കുമ്പിടും. അതേ ക്രിയ ഇപ്പുറം വന്ന വടക്ക് കിഴക്കേ മൂലക്ക് വന്നിട്ട് അതേ ക്രിയ ചെയ്യുമ്പോൾ പറയുന്ന അമർന്നതെന്ന്. എന്തിന്? എന്താ കുമ്പിട്ട് എന്ന് പറഞ്ഞൂടെ? വടക്കോട്ട് കുമ്പിട്ട് തെക്കോട്ട് കുമ്പിട്ട് എന്നാ പറയണ. ഇവിടെ എന്താ അത് പറയാത്ത? കോലത്ത് നാട്ടില് അത് പറയാത്ത? അങ്ങനെ പലതും ചോദ്യമുണ്ട്. വലത്തുനേരെ ഈ പറഞ്ഞമാര് ഡിഫൻസ് ആണെങ്കിൽ ഇങ്ങനെ എന്ത് ഡിഫൻസാണ്? 10-16 മർമ്മസ്ഥാനങ്ങൾ ഒഴിവാക്കിയിട്ടിട്ട് എന്ത് ഡിഫൻസാണ്? ഇതൊക്കെ വെറുതെ ഞാനും കളറിപ്പയറ്റാണെന്ന് പറയാൻ നിനക്കൂടെ കാര്യമില്ല. കളറിപ്പയറ്റ് ഇന്നേ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്, അതുകൊണ്ട് ഏതേത് സമയത്ത് എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയണം. അതുപോലെ തന്നെയാ പറയുന്നത്. ഇത് ഗംഗാധര മാഷക്ക് അറിയാലോ, ഒന്നാമത്തെ മെയ്യഭ്യാസത്തിൽ താഴ്ചയിൽ നീക്കി തെരുത്ത് എന്ന് പറയണോ. പിന്നെ പറയുന്നത് തെരുത്ത്. എന്താ താഴ്ചയിൽ നിന്ന് വാക്ക് ചേർക്കാനാ? അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാ. അപ്പൊ താഴ്ചയിൽ നീക്കി തെരുത്തുക എന്ന് പറയുന്ന ഒരു പ്രയോഗവും തെരുത്ത് എന്ന് പറയുമ്പോൾ പ്രയോഗം മാറിയിട്ടോ വരുന്നത്. അതെന്തുകൊണ്ട് ഇവർ പറയുന്നില്ല, ഇവർ കാണിച്ചു കൊടുക്കുന്നില്ല. ഇവരെല്ലാത്തിനും തെരുത്ത്. എന്തു തെരുത്ത്? അതാ ഇത് നശിച്ചു പോണം. നശിച്ചു പോകുന്നല്ല, നശിച്ചു പോയി.
ഇപ്പം 4, 3, 7 എന്ന് പറഞ്ഞ മാതിരി മൂന്നാമത്തെ മെയ്യഭ്യാസത്തിന് മൂന്നാമത്തെ ഇരുത്തിക്കാലാണ്. കാരണം 2 കഴിഞ്ഞാൽ 3, 4, 5 ഒന്നും ഇല്ല. ഒന്നാമത്തെ രണ്ടാമത്തെ വീതികാലം കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഇരുത്തിക്കാലാ. എന്തിനാ ഇരുത്തിക്കാലം ചെയ്യുന്നത്? വയറ് കുറഞ്ഞു കിട്ടാനാ. എന്താ കേട്ടുന്നത്? കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഇരുത്തിക്കാലം തന്നെ ചെയ്യുന്ന വയറ് പോയി കിട്ടാനാണ്. എന്താ CV അപ്പയമ്പേർ ഇരുത്തിക്കാലം ചെയ്തിട്ടില്ലേ കുടവയറായിട്ട്? ഗണപതി കോയിന്നൂട്ടിയമ്പേർക്ക് കുടവയറാണ്. ഇപ്പോൾ 2 കൊല്ലം മുമ്പാട് മരിച്ചിട്ടുള്ള പാലക്കാട് നാരായണൻ കുട്ടിക്കും കുടവയറാണ്. എന്താ അവിടെ നിർത്തിക്കാലം ചെയ്യാത്ത ആളാ? ഇത് എന്തിനാണ് എന്ന് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? അതാണ് ഈ കളറിപ്പേര് നശിച്ചുപോയി. ഞാനിവരായിട്ടുള്ള ഉടക്കും അതാണ് കാരണം. അവർ പറയട്ടെ ഇന്നേതാണ് കളറിപ്പേര്, അല്ലേ അവർ വരട്ടെ പഠിക്കാനായിട്ട്. അതുമില്ല. കാരണം പഠിക്കാനായിട്ട് പോവില്ല. പോകുമ്പോൾ എന്താ ചെയ്യും? ഇവൻ്റെ അടുത്ത് ഇതൊന്നും ഇല്ലാണ്ടായപ്പോൾ കളറിപ്പേര് തുടങ്ങിയെന്ന് ഞാൻ വിചാരിച്ചാലോ? കളരി അഭ്യാസത്തിലെ എൻ്റെ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ചത് 12 വരെയുള്ള മെയ്യഭ്യാസങ്ങൾ, 10 വരെയുള്ള കാൽ പ്രയോഗങ്ങൾ, കാലിനെ കൊണ്ടുള്ള പ്രയോഗങ്ങൾ 10 വിധം. നാറുകാല്, വീതികാല്, തിരുത്തിക്കാല്, കോണുകാല്, അകങ്കാല്, പുറങ്കാല്, ചാടിപ്പുറങ്കാല്, വെട്ടിക്കാല് എന്നൊക്കെ പറയുന്ന 10 വിധത്തിലുള്ള കാലുകൾ. അത് കഴിഞ്ഞ് മെയ്പ്പായിട്ട് ഒന്നാമത്തെ നേർകാല്, രണ്ടാമത്തെ വീതികാല്, മൂന്നാമത്തെ അകങ്കാല്, നാലാമത്തെ വലത്ത് നേരെ വീതി, അഞ്ചാമത്തെ വലത്ത് നേരെ വീതി 5 കാല്, ആറാമത്തെ ഇരുത്തിക്കാല്, ഏഴാമത്തെ വലത്ത് നേരെ ഇരുത്തി മലയാളം തിരിച്ചെത്തി, എട്ടാമത്തെ തഞ്ചം പയറ്റു, 9ാമത്തത് ചാടി വീതി ഒരുക്കി തിന്ന് തുടങ്ങി 12 വരെയുള്ള മെയ്പ്പറ്റുകൾ, 6 വരെയുള്ള പകർച്ചക്കാൽ സമ്പ്രദായം എന്ന് പറയുന്ന സമ്പ്രദായം. അങ്ങനെ 12 ഓറും 18 മെയ്പ്പറ്റിൻ്റെ വായ്ത്താരി എൻ്റെ അടുത്തുണ്ട്. അതെനിക്ക് അറിയുകയും ചെയ്യാം. അതേ സ്ഥാനത്ത് ശ്രീധരൻ നായർ എഴുതിയ പുസ്തകത്തിൽ മെയ്പ്പയറ്റ് 8 വരെയും പകർച്ചക്കാൽ 6 വരെയും 14 വരെയാണ് അങ്ങോട്ട് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ മെയ്പ്പയറ്റിനെ പറ്റി കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒറ്റ പയറ്റ് 18 വരെയുള്ള അടവിൻ്റെ ഒറ്റയുടെ താരി എൻ്റെ അടുത്തുണ്ട്. അത് ഈ പറയുന്ന എന്താ കൃഷ്ണകുമാർ അങ്ങോട്ട് പുസ്തകം എഴുതിയതോടുകൂടി അതെനിക്ക് ഉറപ്പിക്കാൻ പറ്റി. 18 വരെയുണ്ട്. അല്ലെങ്കിൽ ഇപ്പം അത് തൻ്റെ ഗുരുക്കൾ എങ്ങനെ എഴുതിയാന്ന് പറയും. ശ്രീധരൻ നായരുടെ ഭാഷയിൽ 9 വരെ ഒറ്റയുള്ളൂ. അങ്ങനെ പല ആളുകളും പലതും 9 വരെ ഉണ്ടെങ്കിൽ 9 വരെ അറിയാവോ എന്ന് വെച്ചാൽ 9 വരെ അറിയില്ല. എന്താണ് ഇന്നും ഈ പറയുന്ന സംശയങ്ങൾ? ഒറ്റയിൽ പ്രധാനം, ഒറ്റയിലല്ല മുച്ചാണലും തുടങ്ങുന്ന തെറുത്ത് ഓതിരം ചാടി വെട്ടി. എന്താ ഓതിരം ചാട്ടം എന്ന് പറഞ്ഞാൽ? അങ്ങനെ ഒരു ചാട്ടമുണ്ടോ? ചാടി ഓതിരം വെട്ടി എന്ന് പറയാം. ഓതിരം ചാടി വെട്ടി എന്ന് പറയുന്നു ഒറ്റ വയറ്റിൽ. എന്തെന്നാ ഓതിരം ചാട്ടം? എന്താ ഉള്ളത്? എന്താ ഓതിരം ചാടിയ എന്ന് പറഞ്ഞാൽ ഓതിരം കുത്തി മറിഞ്ഞെന്ന് പറയുന്നുണ്ട് മേയ്പ്പയറ്റില്. ഇരുത്തിക്കാല് മേയ്പ്പയറ്റ് കയറ്റുമ്പോൾ ഓതിരം കുത്തി മറിഞ്ഞെന്ന് പറയുന്ന നമ്മുടെ സ്ഥലത്തടിക്കുന്ന മറച്ചലുണ്ട്. ഈ ഓതിരം ചാടുക എന്ന് പറഞ്ഞാൽ എന്താ? അതൊന്നും ഇന്നത്തെ ഗുരുക്കന്മാർ ചിന്തിക്കുന്നില്ല. എന്തിനാ അങ്ങനെ പറയുന്നത്? അതുപോലെ ഓരോന്നിനും ഒന്നാമത്തെ മെയ്യഭ്യാസത്തിൽ വലത്ത് നേരെ, ഇടത്ത് നേരെ, വലത്ത് നേരെ തിരിഞ്ഞു ചാടി, തിരിഞ്ഞിട്ടല്ല ചാടുന്നത്, ചാടിയിട്ടാ തിരിയുന്നത്. അഭ്യാസം അറിയുന്ന കുട്ടിയോട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. മറ്റുള്ള 2ാം 3ാമത്തെ അറപ്പിലും 5ാമത്തെ അറപ്പിലും വളരെ വൃത്തിയായിട്ട് പറയുന്നു. വലത്ത് നേരെ തിരിഞ്ഞ് ചവിട്ടി മെലിഞ്ഞ മറന്ന് വലത്ത് വൈകിട്ട് മാറിയ മറന്ന വളരെ വൃത്തിയായിട്ട് തിരിഞ്ഞ് ചെന്നെ ചവിട്ടാൻ പറയുന്നു. 5ാമത്തെ അറപ്പിലും വലത്ത് നേരെ മലർന്ന് തിരിഞ്ഞ് ഒത്തടിയിലെ മറന്ന് അതും അങ്ങനെ പറയുന്നു. എന്താ ഒന്നാമത്തെ നമ്മുടെ ഈ അഭ്യാസത്തിൽ തിരിഞ്ഞു ചാടിയെന്ന് ചാടിത്തിരിഞ്ഞ് എന്ന് പറയുന്നതിന് പകരം തിരിഞ്ഞു ചാടി എന്ന് പറയണത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നീക്കിത്തെടുത്ത് എന്തുകൊണ്ട് പിന്നെ താഴ്ചയെ നീക്കിത്തെടുത്ത് പിന്നെ ചേർക്കുന്നില്ല? തെറുത്ത് സംഭവം മാറിയില്ലേ? മത്സ്യപടിവോടെ ചേർക്കുന്നു, കുക്കട പടിവോടെ ചേർക്കുന്നു. 8 പടിവ് മെയ്യഭ്യാസത്തിലുണ്ട് എന്ന് എല്ലാവരും പറയുന്നു. കാണിക്കട്ടെ ഇവരാരെങ്കിലും. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ പാടില്ല എങ്കിലും ഇപ്പൊ ഇത്രയും പറഞ്ഞല്ലേ അത് പരിചയപ്പെടുത്തണം വേണ്ട അല്ലേ? കളറിപ്പയറ്റിലെ കോലത്ത് നാട് സമ്പ്രദായം. കോലത്ത് നാട് നമ്മളെ നാടതാണ്. കോലത്തുമ്പോൾ അതിൻ്റെ അടുത്ത് ഗ്രന്ഥമുണ്ട്. കോലത്ത് നാടെന്ന് പറഞ്ഞാൽ എവിടെ അറിയോ? ആ വടകരയാ. വടക്ക് ചന്ദ്രഗിരിപ്പുഴ മുതൽ തെക്ക് നമ്മളെ എലത്തൂർ അടുക്കുന്ന ഒരു പാലമില്ല. എന്ത് പാലതിന് പേര് പറയാ? പെട്ടെന്ന് പറഞ്ഞു. അവിടം വരെയുള്ള സ്ഥലമാണ് കോലത്ത് നാട്.
അത്രയും സ്ഥലമാണ് പഴയ കാലത്ത്. ആ കോലത്ത് നാട് തന്നെ കുമ്പനാട്, എറനാട്, ഒളവനാട് എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു. കോലത്ത് നാട് അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞാല് ചേകോന്മാര് നാദാപുരത്തും വടകരയും ജനിച്ച് വളർന്ന കൂട്ടറാണെന്ന് പറയുന്ന അഭ്യാസികളെ നമ്മളെ നാട്ടിലുണ്ട്. അപ്പൊ എന്ത് അഭ്യാസികൾ വേറെ പേർക്കുള്ളത്? ഇതല്ലേ അവരെ പഠിപ്പിക്കുന്ന കുട്ടികളും പഠിക്കുക? നിങ്ങൾ പറ. 12-ാം നൂറ്റാണ്ടിലെ മറ്റാന്ന് കണ്ണപ്പച്ചവരും കൂട്ടറും കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ വന്ന് താമസിക്കുന്നു. അവിടെ നിന്നാണ് പിന്നെ കടത്തനാട് തമ്പുരാന്റെ ക്ഷണപ്രകാരം കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നത്. ഇന്നും കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് അവർ താമസിച്ച സ്ഥലമുണ്ട്. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. പക്ഷെ ഒരാളെ അങ്ങോട്ട് കടത്തി വിടൂല. അതൊക്കെ ഇന്ന് ആ മുസ്ലിം അധീനതല്ല ഉള്ളത്. ശരിയല്ലേ? സത്യമാണ് ഞാൻ പറയണത്, വെറുതെ പറയല്ല. 10 ആൾ കേൾക്കുമ്പോൾ എന്നോട് ചോദിക്കൂലേ? അപ്പൊ അവരവിടുത്തുകാരാ. അവിടുന്ന് ഇത്രയും പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ വന്നിട്ടും ഞാൻ പറയുന്നതാ, നമ്മളെ കോലത്ത് നാട്ടിന്റെ പാരമ്പര്യം എന്താന്ന് പറഞ്ഞാൽ ഇടത്തെ തുടേന്റെ മുകളും വലത്തെ തുടേന്റെ മുകളും ഇരുത്തി അഭ്യാസം പഠിപ്പിച്ചു എന്ന് പറയുന്ന ആരോമച്ചകവനും ചന്തു, മറ്റുവിനും ചന്തു. ഈ ചന്തു നമ്മളെ നാട്ടിലുള്ള അരിങ്ങോടരെ അടുത്ത വിദ്യ പഠിക്കാൻ പോണം. കോലത്ത് നാട്ടിലുള്ള, കോലത്ത് നാട് മാകിപ്പുഴക്ക് തീരത്താം. ആ നാട്ടിന് പ്രത്യേക ഒരു പേരുണ്ട്, അരിങ്ങോടര. എന്താ പേര് മാഷെ അറിയോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞല്ല. ഒക്കെ ഇങ്ങനെ വയസ്സായില്ലേ? മാഹിപ്പുഴയുടെ അടുത്താ. അരിങ്ങോടർ മാഹിപ്പുഴയുടെ അടുത്താ. അങ്ങനെ അരിങ്ങോടരുടെ അടുത്ത് വിദ്യ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എവിടെയാ വിദ്യ കൂടുതൽ? കോലത്ത് 70 നാട്ടിലാണോ അല്ലെ കോലത്ത് നാട്ടിലാണോ? പറയണം. നിങ്ങൾ ആരോമച്ചേക്കാരോ അവിടെ നിന്ന് വന്നു ആകെ അംഗപുട്ടി അങ്ങനെയാക്കി. അല്ല, അങ്ങനെ കാണരുത്. അഭ്യാസത്തിന്റെ ഉള്ളിൽ കാണുമ്പോൾ ആ ആരോമച്ചേകവരുടെ, കണ്ണപ്പച്ചേകവരുടെ മരുമകൻ ചന്തു അരിങ്ങോടരുടെ അടുത്ത് വിദ്യ പഠിക്കാൻ പോണു. MT വാസുദേവൻ നായർ വടക്കൻ വീരഗാഥ എന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ണപ്പച്ചേകവരെ ലെവലക്ഷം പോലും താഴ്ത്തിക്കെട്ടാതെ അരിങ്ങോടർ ചോദിക്കുന്നു, കണ്ണപ്പന്റെ അടുത്തില്ലാത്ത വിദ്യ എന്തും നടുവോ എൻ്റെ അടുത്തുള്ളത് എന്ന്. ഒരു ചോദ്യം ഉണ്ടായില്ല. അത് MT വാസുദേവൻ നായർ ശരിക്കും അപ്പോഴും പറയുന്നു, വീത്തുവാളും പകർത്തുവാളും സമ്പ്രദായം അറിയോ എന്ന് ചോദിച്ചിട്ട് അത് ചന്തുവിന് കാണിച്ചു കൊടുക്കുന്നു. അതാണ് വെറുങ്കൈ സമ്പ്രദായം. അല്ലാണ്ട് ഇന്നിവര് പറയുന്ന 4 പിടുത്തമല്ല, പിടുത്തം കളരി അഭ്യാസപ്പെട്ടതല്ല. ഞാൻ ഉറപ്പിച്ച് പറയണം, ഇവരെല്ലാവരും പറയുന്നു കുറച്ച് കാലെടുത്ത് കൈയെടുത്ത് പിന്നെ കളറിയിൽ നിന്ന് കുറെ കുട്ടികൾക്ക് പിടുത്തം പിടിച്ചു. എന്താ അത് ഇന്ന പിടുത്തമുണ്ട്. ഇത് പ്രസാദ് എന്നോട് പറഞ്ഞു, കളറിപ്പയറ്റിൽ ഇങ്ങനെ അച്ഛൻ 80 പിടുത്തം. ഒരു പിടുത്തത്തിന്റെ താരി പറ. കളറിപ്പയറ്റ് തുടങ്ങുമ്പോൾ തന്നെ അമർന്ന് എന്ന് പറഞ്ഞിട്ട് മറപിടിച്ച് കൂന്തപ്പത്തിന്റെ എന്താ പറയാ, പരക്കം വെട്ടുകെടുത്ത് വെട്ടിനെ മറുത്ത് താങ്ങിയ മറുത്ത് എന്ന് പറയുന്നത് അവസാനിപ്പിക്കുന്നവരെയുള്ള എല്ലാ അഭ്യാസത്തിനും താരിയുണ്ട്. പിടുത്തത്തിന് താരി പറ. പിടുത്തം മല്ലയുദ്ധത്തിൽപ്പെട്ടതാ. അത് ഈ ചെറുപടിയും മുച്ചാണൊക്കെ പയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പയറ്റില്ല, പയറ്റാനില്ല. അപ്പൊ കുട്ടികൾ വേറെ പോകുന്നതിന് ഗുരുക്കന്മാർ എടുത്തിട്ടതാ ഈ പിടുത്തം കളറിപ്പയറ്റില്. അല്ലാണ്ട് കളറിപ്പയറ്റിൽ പിടുത്തമൊന്നുമില്ല. ഉണ്ടെന്ന് ആരെങ്കിലും പറയും. ഉണ്ടെങ്കിൽ അതിന് താരി വേണം. കളറിപ്പയറ്റ് തുടക്കം തൊട്ടേ ഉണ്ടെങ്കിൽ അതിന് താരി വേണം. ഇതിലെന്തുകൊണ്ട് താരിയില്ല? പിടുത്തത്തിന് അടിക്കൈ തടുത്തൊടിഞ്ഞ് പിന്നെ പോയിട്ട് 2 കാലും പിടിച്ച് മലർത്തിരുന്ന ഒരു ഏർപ്പാടുണ്ട്. അടിക്കൈ തടുത്ത് പിന്നെ പോയിട്ട് 2 കാലും ഒരുമിച്ച് പിടിച്ച് വലിച്ച കുമ്പിട്ട് പോയില്ലേ? ആകവാരിന്നോ അടിവാരിന്നോ എന്തൊക്കെയോ അതിന് പേരുണ്ട്. ആ പിടുത്തം താരിയോട് കൂടിയുള്ള സമ്പ്രദായമാണ്. അത് മഹാഭാരതത്തിലുള്ളതാ. ദുശാസന ഭീമസേനം പിടിക്കുന്നതാണ്. കുറഞ്ഞൊന്നു മാറി കളഞ്ഞ് മാരുതി ചുവട്ടിൽ നിന്ന് അടിരണ്ടും വാരി ചുവട്ടിലാക്കി മേൽ കരയേറിക്കര അമർത്യമർത്തന്മാർ പലരും കാണവേ പൊളിച്ചു മാറിടുന്ന അകങ്ങളെ കൊണ്ട്. അങ്ങനെ അടിച്ച് വലിച്ച് മലത്തിട്ട് രഞ്ഞിത്ത് കരിയിട്ട് അടിച്ച് മാറ് പൊളിക്കുന്നത്. അത് വായ്ത്താരിയുണ്ട് ആ പിടുത്തത്തിന്, ആ സമ്പ്രദായത്തിന്. അത് പിടുത്തമല്ല, തട്ടിയിടല. ഇതൊന്നും കൊണ്ട് ഈ ഉള്ളവൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നത് പറ. കൊടുക്കില്ല. അതാ പറഞ്ഞു. ഇവര് വരുന്നുണ്ടോ? ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു AK-47 വലിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്ത് വരട്ടെ. അല്ലാണ്ട് കളറിപ്പയറ്റും കൊണ്ടുപോകാൻ സമ്മതിച്ച് കൊടുക്കില്ല. കൊടുത്താൽ ഞാൻ എൻ്റെ ഗുരുനാഥന്മാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും. അല്ലേ? അതല്ലേ? പിന്നെ അന്യ അപരാധം ഇത്രയും മെനക്കെട്ട് പഠിപ്പിച്ച്